ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 88 റിവ്യൂ. അപ്പൊ 88 റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ 88 എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാ ജിൻഡോ ചേട്ടൻ ഫാൻസിനും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ കുഞ്ഞിന്റെ ഫാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, ജാസ്മിൻ കുഞ്ഞിന് ഫാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ജാസ്മിൻ കുഞ്ഞിന്റെ PR കുഞ്ഞുങ്ങളുണ്ടല്ലോ അവന്മാർക്കും വേണ്ടി ഞാനിതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക. കാരണം ഇവരുടെ രണ്ടുപേരുടെയും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ 88 എപ്പിസോഡിൽ നിന്ന് മെയിൻ ആയിട്ട് നോട്ട് ചെയ്തത്. എനിക്കപ്പോൾ ഒന്ന് പറയണമെന്ന്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ പറയാം. എൻ്റെ ഈ വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ആദ്യം ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇന്ന് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ, ജിൻഡോ എന്ന് പറയുന്ന ഗെയിമറെ അല്ല, ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് മെല്ലെ മെല്ലെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അതിനകത്ത് വന്നിട്ട് അയാളുടെ ഒരു ക്യാരക്ടർ ചേഞ്ച്, ഒരു വളരെ മോശമായിട്ടൊക്കെ ആദ്യമേ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി മാറി 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 വരുന്നത് ഞാൻ കണ്ടു ഒരു പരിപാടിയിൽ വന്നിട്ട്. സോ എനിക്ക് ആ ഒരു വ്യക്തിയോട് എനിക്കൊരു ഇഷ്ടം തോന്നി, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഗെയിമും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാനത് മാറ്റി പറയുക. കാരണം ഒരടാറ് ഗെയിം, ഒരു ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ഒരാൾ ഇങ്ങനെ ഗെയിം കളിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഇന്ന് ജിൻഡോ ചേട്ടന്റെ സൈഡിൽ നിന്ന് ഞാൻ കണ്ടു. എനിക്കതൊരു നല്ല ഗെയിമായിട്ട് തന്നെ തോന്നി. അത് അവിടെ ഉള്ള കണ്ടസ്റ്റൻസിന് ജിൻഡോ ചേട്ടൻ ആ ഒരു ഗെയിം എടുത്തപ്പം അത് മനസ്സിലായി പോയിട്ടും അങ്ങനെ മനസ്സിലായിട്ടില്ല. ഉറപ്പുള്ള കാര്യം, അവർക്ക് മനസ്സിലായെങ്കിൽ അവരത് ബ്രേക്ക് ചെയ്തേനെ. അവർക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അതായത് അവർക്ക് ആ ഗെയിം മനസ്സിലായില്ല. ഇന്ന് നമ്മുടെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് പ്രോപ്പറായിട്ട് വരികയാണെങ്കിൽ രാവിലെ നമ്മുടെ 8 മണിക്ക് മറ്റേ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും തുള്ളിച്ചാടുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അണ്ണൻ ഒരു കാര്യം പറഞ്ഞു. അതായത് രാജാവിന്റെ പരിപാടി ഉണ്ടല്ലോ, നാട്ടുരാജാവ്, അത് വീണ്ടും തുടങ്ങാന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്. ആ പരിപാടി തുടങ്ങുമ്പോഴത്തേക്ക് രാജാവായിട്ട് ഇന്ന് ആദ്യം വരുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനാണ്. ജിൻഡോ ചേട്ടൻ വന്നിട്ട് ഒരു കാര്യം പറയും. അതായത് ഇന്ന് നമുക്ക് ഈ രാജാവ് ഒരു 5 ഗെയിം ഇവിടെ തരാൻ പോവാണ്. ഈ 5 ഗെയിം നിങ്ങൾ കളിക്കുക. ഈ 5 ഗെയിമും കളിച്ച് ഈ 5 ഗെയിമും കഴിയുമ്പോൾ ആരാണോ വിന്നറായിട്ട് വരുന്നത് ആ ആൾക്ക് ഞാൻ ഈ ഒരു എന്റെ രാജഭരണം, എന്റെ ഒരു രാജപദവി, ഭരണം അല്ല, എന്റെ ഒരു ഭരണം പദവി, ആ ഒരു പദവി ഞാൻ അങ്ങ് തരും എന്ന് പുള്ളി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇതൊന്നും അടിച്ചു മാറ്റാനോ പിടിക്കാനോ ഒന്നും കഷ്ടപ്പെടണ്ട. നിങ്ങൾ ഗെയിം കളിക്കൂ, രസകരമാക്കൂ. നിങ്ങൾ ഈ ഗെയിം കളിച്ചതിന് ശേഷം വിന്നറാകൂ, എടുത്തോളൂ എന്നുള്ള ഒരു സാധനം അടിക്കും. അപ്പൊ ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, പുള്ളി ഈ ഒരു സാധനം പറഞ്ഞാലും ആ ഒരു ഗെയിം ഒരു 5 ഗെയിം കൂടെ കൊടുക്കുന്നുണ്ട്, നല്ല വൃത്തിയായിട്ട് ആ ഗെയിം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതിനകത്ത് സിജോയോ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും ബുദ്ധിപരമായിട്ട് ഈ ഒരു ഗെയിം നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആദ്യത്തെ ഒരു 1-2 ഗെയിം കഴിയുമ്പോൾ നൈസായിട്ട് പോയി ഈ ചെങ്കോലോ കിരീടോ ഒക്കെ അടിച്ചു മാറ്റി രാജാവിന്റെ ഭരണം കളഞ്ഞ് ഇവർ ആ ഒരു ഭരണം എടുത്ത് എന്നിട്ട് ഈ ഒരു ഗെയിം മുന്നോട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കും, കുറച്ചുകൂടെ ഡിഫറൻസ് ഒക്കെ വരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാല് അങ്ങനെ ചിന്തിച്ച് കളിക്കാൻ ബുദ്ധിയുള്ള ഒരുത്തനും അവിടെ ഇല്ല, ഒരാളും ഇല്ല അതിനകത്ത്. അതുകൊണ്ട് തന്നെ ജിൻഡോ ചേട്ടൻ ഇറക്കിയ ആ ഒരു ഗെയിം ജിൻഡോ ചേട്ടൻ പറയുകയും ചെയ്തു, നിങ്ങൾ അടിച്ചു മാറ്റണ്ട, അത് ജിൻഡോ ചേട്ടന്റെ ഗെയിം. പുള്ളി ആ ഒരു സാധനം ഇട്ടുകൊണ്ട് വൃത്തിയായിട്ട് 5 ഗെയിം ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ ഗെയിം കസേര കളിയായിരുന്നു. അതിനുശേഷം രണ്ടാമത് മറ്റേ കസേര വെച്ച് തന്നെ കസേരയുടെ മേളിൽ ഒരു കാലിൽ നമ്മൾ നിന്നിട്ട് മറ്റേ കാലിൽ കസേരയുടെ മേളിൽ ഇങ്ങനെ പൊക്കി പിടിക്കുന്ന അങ്ങനെ ഒരു ഗെയിം. അപ്പൊ ആദ്യത്തെ കസേരകളൊക്കെ വളരെ രസമായിരുന്നു. നമ്മുടെ അർജുനും ശ്രീതുവാണ് ലാസ്റ്റ് റൗണ്ടിലൊക്കെ നിന്ന് നല്ല രസം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ശ്രീതു താഴെ വീഴുന്നതൊക്കെ കണ്ടു. രണ്ടാമത്തെ ഗെയിമും കൊള്ളായിരുന്നു. മൂന്നാമത്തെ തക്കാളി സ്പൂണിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടി, അതും കൊള്ളാം. നാലാമത്തത് ഒരു ബോട്ടിലിന്റെ പരിപാടി, അതായത് ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുക. അപ്പൊ ആ ഒരു ഗെയിമിന്റെ ഇടയ്ക്ക് ഞാനൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാം, കമന്റ് ബോക്സിൽ ഇടുക. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഈ പോയിന്റ് നോട്ട് ചെയ്യാൻ പോയപ്പോൾ വിട്ടുപോയി. നമ്മുടെ ശ്രീതു പറയുന്നുണ്ട്, അതായത് ശ്രീതു ആ വെള്ളം നിറച്ച് ഇപ്പുറത്തെ ബോട്ടിൽ നിറയ്ക്കാൻ വന്നപ്പം ജാസ്മിൻ തട്ടിക്കളഞ്ഞു എന്ന് ശ്രീതു അവിടെ പറയുന്നത് കേട്ടു. അപ്പൊ ഞാനത് കണ്ടില്ല, ഞാൻ ആ സമയത്ത് എന്തോ ഒരു പോയിന്റ് നോട്ട് ചെയ്യായിരുന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ട് ശരിക്കും അങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയേണ്ടതാണ്. ആരും ഒന്നും മിണ്ടുന്നത് ഞാൻ കേട്ടില്ല, ജാസ്മിൻ തിരിച്ചൊന്നും പറയുന്നത് കേട്ടില്ല. പക്ഷേ ജാസ്മിൻ അത് ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അങ്ങനെ ഒരു സാധനം അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കണ്ടവര് മാത്രം ചുമ്മാ വന്ന് തള്ളാനൊന്നും നിൽക്കരുത്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും 4ാമത്തെ ഗെയിം കഴിയുന്നു. 5ാമത്തെ ഗെയിം ഒരു സുന്ദരിക്ക് പൊട്ടുകൊടൽ എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. അത് നല്ല വ്യക്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് അവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട്. നമ്മുടെ അർജുനൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടെന്നാണ് അർജുൻ പറയുന്നത്. എന്തായാലും അർജുൻ പ്രോപ്പറായിട്ട് നടുക്ക് തൊടുന്നുണ്ട്, ജാസ്മിൻ തൊടുന്നുണ്ട്. ജാസ്മിൻ തൊട്ടപ്പോൾ അവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിനക്ക് കണ്ണ് കാണാമായിരുന്നോ, നിന്റെ കറക്റ്റ് കണ്ണടച്ചില്ലേ, അല്ലെങ്കിൽ കെട്ടിയത് കറക്റ്റ് ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാസ്മിൻ കെട്ടിയില്ല എന്ന് പറഞ്ഞല്ല, എനിക്ക് കാണാൻ പറ്റിയില്ല, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി.
അവള് പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കും മനസ്സിലാവുന്നില്ല. കാരണം അവളോട് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു ഞാൻ കണ്ടു മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ അവളുടെ ഒരു ഞാനാണ് എന്നുള്ളൊരു ആ ഒരു സാധനത്തില് ഞാൻ കണ്ടു ഇങ്ങനത്തെ സാധനമൊക്കെ അടിക്കുന്ന കേട്ടു. സത്യമാണോ അല്ലയോ എന്ന് നമുക്കും അറിയത്തില്ല, അത് അവക്കേ അറിയത്തുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിമുകളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ജാസ്മിൻ ആണ് അവിടെ കൂടുതൽ പോയിന്റ് എന്ന് പറയുന്നുണ്ട്. ജാസ്മിന് കൂടുതൽ പോയിന്റ് എന്ന് പറയുമ്പോഴും ശ്രീതു ഒക്കെ പറയുന്നുണ്ട് അല്ല ജാസ്മിൻ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീതുവിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. ശ്രീതു, സായി, അർജുനൊക്കെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ പവർ റൂമിൽ ഇരുന്നിട്ടാണ് ഈ ഒരു സാധനം ഡിസ്കസ്, ഈ ഒരു ഗെയിം ലാസ്റ്റത്തെ ഗെയിം കഴിഞ്ഞതും അവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ ജാസ്മിന് അധികാരം കൊടുക്കുന്നതും. അങ്ങനെ ജാസ്മിൻ രാജ്ഞിയാവുന്നുണ്ട്. ഈ രാജ്ഞി ആയതിനു ശേഷം അപ്പൊ മറ്റുള്ളവർക്ക് പിടിച്ചിട്ടില്ലേ, അപ്പൊ രാജ്ഞി ആയതിനു ശേഷം ഈ രാജ്ഞി ഒരു 5 റൂളാണല്ലോ പറയാവുന്നത് വെക്കാവുന്നത്. അതിനകത്ത് 5 റൂളും രാജ്ഞി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ രാജ്ഞിയുടെ റൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റൂള്, ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ എല്ലാവരും അനുസരിച്ചോണം, എന്റെ കൂടെ 2 പേരുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ജിൻഡോയും നമ്മുടെ സിജോയും ഈ വീട് മൊത്തം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. സോ ഈ വീട് മൊത്തം ഇവരങ്ങ് ക്ലീൻ ചെയ്യണം. ഇതാണ് രാജാവ് കൊണ്ടുവരുന്ന റൂൾസ്. അപ്പൊ ഇന്നലെ 2 രാജാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഇന്ന് ജിൻഡോ വന്ന് കാണിക്കുന്നുണ്ട്. വന്നവരെല്ലാം കുറച്ചുകൂടെ രസമാക്കാനും എന്റർടൈൻമെന്റ് ആണ്, എല്ലാവരും ഒരു രസമായിരിക്കണം, ഫണ്ണി സാധനങ്ങളാണ് കൊണ്ടുവന്നത് എല്ലാവരും. അതിനകത്ത് ഇവള് മാത്രം വന്നിട്ട് അത് ഇവള് പറയുമ്പോഴത്തേക്ക് ഇവളുടെ മുഖം ഒന്ന് കാണണം. മറ്റേ ഇവക്ക് വൈരാഗ്യമുള്ളിന്റെ ഉള്ളിൽ കിടന്നിട്ട് അത് അടിച്ച് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ജിൻഡോയെയും സായിയൊക്കെ പണിയെടുപ്പിക്കുക. എന്നാൽ ജിൻഡോ ആണ് കൊടുത്ത് ഗെയിമിനകത്ത് ഒന്ന് ജയിച്ച് ഇവക്ക് ഇത് കൊടുത്തൊക്കെ വിട്ട് അത് അവൾ വിടുക, അവളതൊന്നും ചിന്തിക്കത്തില്ല, പോട്ടെ. പക്ഷെ ഇവളുടെ ആ ഒരു വൈരാഗ്യം ഇവളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റി. ഭയങ്കര ദേഷ്യത്തോടൊക്കെ ഇവളിത് പറയുന്നത്. ബാക്കി എല്ലാവർക്കും അത് പൊട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവളെ ഈ സാധനമൊക്കെ പറഞ്ഞതിന് ശേഷം ബാക്കി എല്ലാവരും നമ്മുടെ സിജോ ഒക്കെ കിച്ചണിൽ നിന്ന് ഇവളെ കളിയാക്കുന്നുണ്ട്. ഇവളിത് ചോദ്യം ചെയ്യാൻ വന്ന ഗ്യാപ്പില് സിജോ ചാടിക്കേറി വന്ന് ഇവളുടെ, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന എന്താണ് നമ്മുടെ ഈ ചെങ്കോൽ അടിച്ചു മാറ്റുന്നുള്ളൂ. ചെങ്കോൽ എടുത്തു കഴിഞ്ഞാൽ ജാസ്മിന് നിൽക്കുന്നോടത്തൊന്നും അനങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ജാസ്മിൻ ശ്രീധുവിനോട്, അപ്പൊ ശ്രീധുവും അഭിഷേകുമാണ് ഇവളുടെ 2 പേര് ഇവളുടെ കൂടെ എപ്പോഴും വേണം, അങ്ങനെയാണ് അവള് പറഞ്ഞത്. 2 പേര് എപ്പോഴും എന്റെ അടുത്തുണ്ടായിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണം, 2 പേര് അടുത്തുണ്ടായിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ശ്രീധുവിനെ എന്നിട്ട് ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, ശ്രീധു എന്റെ തോഴി എനിക്ക് പാലെടുത്തോണ്ട് വരൂ, ഫുൾ എടുത്തോളൂ, കുറച്ചെന്നിട്ട് നീയും കുടിച്ചോളൂ, ഇങ്ങനെയൊക്കെ പറയുന്നത് തോഴിയായിട്ടാണ് അവൾ കണക്കാക്കിയത്. അപ്പം ഇവളിങ്ങനെ അനങ്ങാതെ നിൽക്കുമ്പോൾ ശ്രീധുവിനോട് പറയുന്നു, ശ്രീധു അത് മേടിച്ചോണ്ട് വരൂ എന്ന് പറഞ്ഞ് ശ്രീധു ചെല്ലുമ്പം അവിടെ നമ്മുടെ സിജോയും ജിൻഡോ ഇവരെല്ലാരും ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കളിക്കുന്നുണ്ട്. ലാസ്റ്റ് ശ്രീധുവിന്റെ കൊടുക്കുന്നുണ്ട്. അവര് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീധു പ്ലേറ്റ് അങ്ങ് മാറ്റി, ശ്രീധു കൊണ്ട് കൊടുക്കുന്നില്ല ഇവക്ക്. അപ്പൊ ഇവള് പറഞ്ഞു, അപ്പൊ ഇവള് ചോദിക്കുന്നതിനകത്ത് ഒരു കാര്യം ഇവള് പറയുന്നുണ്ട്. അതായത് ഞാനത് വിട്ടുപോയി പറയാനായിട്ട്, സായി ഇന്നലത്തെ നമ്മുടെ രാജാവായിട്ടുള്ള സായി കൂടെ നിന്നവരോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ സാധനം എന്നെ സായി പറയുന്നതൊക്കെ ചെയ്തു കൊടുത്തല്ലോ, നിങ്ങൾക്ക് എന്താ ശ്രീധുരെന്താ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുതരാൻ പറ്റാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ബാക്കിയുള്ളവരൊരു കാര്യം പറയുന്നുണ്ട്. ഇന്നലെ സായി പറഞ്ഞപ്പം സായി 2 വിശ്വസ്തരെ വേണം എന്നായിരുന്നു പറഞ്ഞത്. ഇവള് പറയുന്നത് 2 പേരെന്റെ കൂടെ വേണം. വിശ്വസ്തരാണെങ്കിൽ അവർ കൊണ്ടുതരും. 2 പേര് എന്റെ കൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 പേർക്കും ഇഷ്ടമുള്ള ചെയ്തുകൂടെ? അവർ വിശ്വസ്തരായി ഇരിക്കണമെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പൊ ചില ആളുകൾക്ക് ജാസ്മിൻ ഫാൻസിനൊക്കെ പൊട്ടും, അവർ ചെയ്തോ ശരിയല്ലേ, അവൾ ഇന്നലെ അവരങ്ങനെ ചെയ്തല്ലോ, ഇവള് ചെയ്തപ്പോ എന്താ? ഇതാണ് കാര്യം. അവൾക്ക് വിശ്വസ്തരല്ല, അവള് പണിയെടുക്കാനാണ് 2, അവളുടെ കൂടെ അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. അവർക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് ഗെയിം കളിക്കാം. ആ കൂടെ നിൽക്കുന്നവർക്ക് അവര് കളിച്ചു. ശ്രീധുവിന്റെ ഗെയിമാണെന്ന് ശ്രീധു പറഞ്ഞു. അത് ജാസ്മിൻ എന്നിട്ട് ലാസ്റ്റ് സമ്മതിക്കുന്നുണ്ട്, ഓക്കെ ശ്രീധുവിന്റെ ഗെയിം, ഞാനൊന്നും പറയുന്നില്ല, കൊടുത്തില്ല. അപ്പൊ അവക്കത് പൊട്ടി. ജാസ്മിൻ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ, കയറി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവള് പോയി. അപ്പൊ അവക്കത് പൊട്ടി ആ സാധനം പോയപ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ചെങ്കോല് പോയപ്പം ഉടനെ ഇവൾ അഭിഷേക് അവിടെ നിന്ന് വരുന്നുണ്ട്. അഭിഷേകിന്റെ പിന്നെ ശ്രീധുവും അഭിഷേകും ആയിരുന്നു ഇവളുടെ കൂടെ നിൽക്കുന്നവര്. 2 പേര് വേണമെന്ന് പറഞ്ഞതിനകത്ത്. അപ്പം അഭിഷേകിന് നേരെ മറ്റേ ആ കീ അങ്ങോട്ട് താക്കോലൂരി അഭിഷേകിന്റെ കൊടുക്കും, തലയിൽ വെച്ചിരിക്കുന്ന കിരീടവും കൊടുക്കും. എന്നിട്ട് ഇവൾ അവിടുന്ന് അങ്ങോട്ട് മാറി ഇവള് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ബാക്കിയുള്ളവർ മെയിനായിട്ട് നമ്മുടെ സിജോ ആയിട്ടൊരു തർക്കം വരുന്നുണ്ട്. സിജോ പറയുന്നുണ്ട്, ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല നിന്റെ രാജപദവി പോയി, ബിഗ് ബോസ് പറയുമ്പോൾ മാത്രം നിന്റെ രാജപദവി പോകുന്നുള്ളൂ, അതുവരെ നീ രാജാവായിട്ട് തന്നെ ഇരിക്കണം. നീ ഈ ചെങ്കോലും അതുപോലെ തന്നെ താക്കോലും പോകുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യാതിരിക്കേണ്ടത് അതൊക്കെ നീയും ചെയ്യാതിരിക്കണം, അത് മിണ്ടരുത്, അനങ്ങാതിരിക്കണം. ഇവള് അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവളുടെ ഇഷ്ടത്തിന് അവള് ആണല്ലോ, മാമാന്റെ മോനല്ലേ ബിഗ് ബോസ്, അപ്പൊ പിന്നെ ആകാം. അപ്പൊ ആ ഒരു മൈൻഡിലാണ് അവിടെ കൊച്ചിരുന്ന് അയ്യോ സീൻ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജിൻഡോ ചേട്ടൻ വന്ന് വീണ്ടും ഈ ഒരു ഐറ്റത്തിനിടയ്ക്ക് ജിൻഡോ ചേട്ടൻ ചോദിക്കുന്നത് ഞാൻ കേട്ടു. ഞാനപ്പോ ആലോചിച്ച് ഈ പുള്ളിക്ക് എങ്ങനെ ഇതൊക്കെ പറ്റുന്നു? പുള്ളിയുടെ അഭിനയമാണ്, ഓക്കെ, ചില ആളുകൾ പറയും അഭിനയമായിരിക്കും, ഓക്കെ അഭിനയം ആയിക്കോട്ടെ, പക്ഷെ അഭിനയമാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ? അത് പുള്ളി അത്രയ്ക്കൊക്കെ ആട്ടുന്ന ആളുകൾക്ക് ചെന്നിട്ട് പിന്നെ പുള്ളി ചോദിക്കുക, നീ എന്തിനാ താക്കോല് കൊടുക്കാൻ പോയത്? താക്കോല് കൊടുക്കണ്ടായിരുന്നല്ലോ അബിക്ക്, പോയത് പോട്ടെ, ഇത് നിന്റെ കൈ വെക്കായിരുന്നല്ലോ, താക്കോല് പോകുമ്പോഴല്ലേ അധികാരം പോകുന്നത്.
എന്തിനാ നീ ചെയ്തത് എന്നൊക്കെ മാന്യമായിട്ട് ചോദിക്കുന്നത്. ഇത്രയും മാന്യമായിട്ട് ഒരാൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഞാനൊക്കെ ആണെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ. എന്തായാലും പുള്ളി അത് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളപ്പം മറ്റേ കെറിവിച്ചൊക്കെ ഇരിക്കുകയാണ് അവള്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എവിടെയാ വാഷ്റൂമിന്റെ ആ ഏരിയയിൽ നോറയും ജിൻഡോയും കൂടെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോഴാണ് ഞാൻ പിന്നെ ആലോചിച്ചത്, നോറയ്ക്ക് എന്ത് കാര്യമാണ് ഇപ്പൊ ജിൻഡോയെ. നേരത്തെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മറ്റേ ജിൻഡോ എടുക്കുക ചാടിക്കളിച്ചോണ്ടിരുന്ന നോറയായിരുന്നു. ആ നോറയെ കൊണ്ടുവരെ നല്ലത് പറയിപ്പിക്കാൻ ജിൻഡോയ്ക്ക് പറ്റി. നിങ്ങൾ അത് നോക്കിയാൽ മതി, അത്രയും നോക്കിയാൽ മതി. ഞാനത് ആലോചിച്ചത്, എങ്ങനെ പറ്റുന്നു ഈ മനുഷ്യന്. കാരണം അവിടെ നിന്നിട്ട് ഇവര് ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഇടയ്ക്ക് ജിൻഡോ ചോദിക്കുന്നുണ്ട്, ഞാൻ രാജാവായിട്ട് കൊള്ളായിരുന്നോ നോറ? ആ ചേട്ടൻ കൊള്ളായിരുന്നു ചേട്ടാ, ചേട്ടൻ കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെ നോറ പറയുന്നു. ഞാനപ്പോ ആലോചിച്ചു, ആ പുള്ളിക്ക് പുറത്തിരിക്കുന്ന ജനങ്ങളെ കൊണ്ട് മാത്രം കൈയടിപ്പിക്കാനല്ല, ഇവിടെ പുള്ളിയെ മറ്റേ ഓരോന്നൊക്കെ പറയുന്ന കുറെ ഐറ്റങ്ങളെ ഇപ്പൊ കാണാം, കമന്റ് ബോക്സിൽ വരും, അപ്പത്തേക്ക് കാണാം. അപ്പം അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളതാ, ജനങ്ങൾ മാത്രമല്ല കൈയടിക്കുന്നത്, അവിടെ പുള്ളിക്കെതിരെ നിന്ന കണ്ടസ്റ്റന്റ് വരെ പുള്ളിക്ക് കൈയടിക്കാൻ തുടങ്ങി. ഇത്രേ ഉള്ളൂ. അതാണ് ഒരു വിന്നർ, മനസ്സിലായോ? അതാണ് വിജയിച്ചു പുള്ളി അവിടെ. ഇതിൽ കൂടുതൽ ഇനി ഒന്നുമില്ല. ഇനിയും ചിലപ്പോ ബിഗ് ബോസിന്റെ ഒരു കളി കാണുമായിരിക്കും. ഇപ്പം ഒരു മാമനെ ഇന്നലെ ഇറക്കി വിട്ടല്ലോ, ആ മാമൻ ഇപ്പൊ വന്നിട്ടിരുന്ന വൻ പരിപാടികളൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അറിയാൻ പറ്റത്തില്ല. ഞാൻ എന്റെ പെർസ്പെക്റ്റീവാ പറയുന്നത്. പലതും ചിലപ്പോൾ കാണിക്കാൻ ചാൻസ് ഉണ്ട്, കാണിക്കട്ടെ. പക്ഷെ എന്നാലും ജനങ്ങളുടെ മനസ്സിലാ പുള്ളി സെറ്റാ. എനിക്ക് ഓക്കെ ആ പുള്ളി. ഞാൻ വിചാരിച്ചൊരു ഗെയിമർ അല്ലാന്ന്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഈ ഒരു ഗെയിം. അപ്പൊ എന്തായാലും പറഞ്ഞു നമ്മൾ ആ സാധനത്തിൽ നിന്ന് വിട്ടുപോയി. ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ കൊച്ചിന്റെ കരച്ചില, ജാസ്മിൻ കൊച്ചി കരയുമായിരുന്നു. അവരങ്ങനെ ശ്രീധുവിനോടെ കഥ പറയുന്നത്, ശ്രീധു അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, ഞാൻ 3 മിനിറ്റ് അല്ലേ നിന്നുള്ളൂ. എന്തുകൊണ്ട്? മര്യാദയ്ക്ക് അത്. എന്നിട്ട് അവള് അഭിഷേക് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു, അവള് സ്ട്രിക്റ്റ് ആയിക്കോട്ടെ, കുറച്ചും കൂടെ കട്ടി ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് മാന്യമായിട്ട് നിൽക്കണം എന്ന് അഭി പറയുന്നുണ്ട്. തൊട്ടിപ്പറ ജാസ്മിൻ പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ കേട്ടു. ജാസ്മിൻ പറയുന്നത്, എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന രാജാക്കന്മാരൊക്കെ ഫണ്ണായിട്ടേ ഇതിനെ കൊണ്ടുപോയത്, ഞാനും ഫണ്ണായിട്ടേ കൊണ്ടുപോകാൻ നോക്കിയിട്ടുള്ളൂ എന്നുള്ള ഒരു സാധനം അവളെ അടിച്ചപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചു. ഇവള് ഇന്ന് ഉച്ചയ്ക്ക് പറയുന്നതല്ല, ഇന്ന് വൈകിട്ട് പറയുന്നത് ഈ ഒരു സാധനമാണ് ജാസ്മിൻ എന്നെനിക്ക് മനസ്സിലായി. കാരണം അവൾ ഫണ്ണായിട്ടാണ് അത് ചെയ്യാൻ നോക്കിയത്. അവൾ 5 റൂൾസ് പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ആ 5 റൂൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും അവള് ഫണ്ണായിട്ടാണോ അതോ വേറെ രീതിയിലാണോ ഈ ഒരു ഗെയിം കൊണ്ടുപോകാൻ നോക്കിയെന്നുള്ളത്. ഫണ്ണായിട്ടൊരു ഗെയിം കളിക്കാൻ വന്ന ഒരാളാണ് പറയുന്നത്, ജിൻഡോയും സായിയും ഇവിടെ മൊത്തം വൃത്തിയാണ്, ഇത് മൊത്തം ക്ലീൻ ചെയ്യണം. ഞാൻ പറയുന്നതിന് അപ്പുറം ഒരാൾ ചെയ്യാൻ പാടില്ല. അത് ഓൾറെഡി അങ്ങനെയാണ്. രാജാവ് ഉള്ളപ്പോൾ രാജാവ് പറയുന്നതിന് അപ്പുറം ആരും ചെയ്യേണ്ട കാര്യമില്ല. അത് ഓൾറെഡി അങ്ങനെയാണ്. പിന്നെ അവൾ വന്നിട്ട് അത് പറയണമെങ്കിൽ അവളുടെ മനസ്സിനകത്തെ ആ ഒരു ദേഷ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്രേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ വേറൊരു കാര്യം എനിക്ക് കാണുന്നവരോടെല്ലാം പറയാനുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരുപാട് അങ്ങ് വീഡിയോ ചെയ്തുള്ള എക്സ്പീരിയൻസോ അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും എനിക്കില്ല. ഞാൻ ഇപ്പോഴാണ് കുറച്ചും കൂടി ഒരു ബെറ്ററായി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും ഞാൻ അങ്ങനെ പറയുന്നതിനകത്ത് വീണ്ടും പറഞ്ഞ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ മെല്ലെ ആ ഒരു സാധനം മാറ്റിക്കൊണ്ട് വരാം. അപ്പം ഈ ഒരു സാധനം നമ്മുടെ ജാസ്മിൻ്റെ ഈ ഒരു സാധനം പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പൊ ഇതൊക്കെയാണ് എന്തായാലും നടന്നു വന്നത്. ജാസ്മിൻ കൊച്ചിനെ പറ്റി ഇനിയും ഞാൻ കൂടുതലൊന്നും പറയുന്നത് നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലായി കാണും. എനിക്കെന്തായാലും ഞാൻ ഇന്ന് ഉറപ്പിച്ച് തീരുമാനമായി. എന്തായാലും ഈ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് എപ്പിസോഡ് എങ്ങനെ തീരുന്നതെന്നറിയാവോ? നമ്മുടെ ജാസ്മിൻ കൊച്ചിന്റെ കരച്ചിലും പിന്നെ ശ്രീധുനുള്ള കഥയൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. മഴയൊക്കെ അവിടെ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ടാസ്ക് ബിഗ് ബോസ് അങ്ങ് നിർത്തി. ഈ രാജാവിന്റെ പരിപാടി, നാട്ടുരാജാവ് പരിപാടി ബിഗ് ബോസ് അങ്ങ് നിർത്തി. അണ്ണന് മതിയായി. അണ്ണന് ഈ ഒരു പരിപാടിയൊക്കെ ഏതൊരു പരിപാടി തുടങ്ങിയാലും ഒന്നെങ്കിൽ മിക്കപ്പോഴും ഞാൻ കാണുന്നത് ജാസ്മിൻ കൊച്ചിന്റെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒക്കെ ഇടപെടൽ കാരണം ലാസ്റ്റ് ആ ഒരു ഗെയിം അങ്ങ് നിർത്തും. അതേ കണക്ക് ഈ പരിപാടി അങ്ങ് നിർത്തി. ജാസ്മിൻ കൊച്ചിന് സമാധാനമായി. കരച്ചിൽ നിർത്തിയിട്ടില്ല അവിടെ. എങ്ങനെയെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് വെളുപ്പിക്കണ്ടേ മോക്ക്. എന്തായാലും കയ്യിൽ നിന്ന് പറഞ്ഞതൊക്കെ പാളിപ്പോയി. കൊച്ചു തന്നെ ചിലപ്പോൾ പാളിക്കഴിഞ്ഞപ്പോൾ ആലോചിച്ച് കാണും, അയ്യോ ഞാൻ പറയുന്ന മൊത്തം മണ്ടത്തരമാണല്ലോ എന്ന്. എന്തായാലും കയ്യിൽ നിന്ന് പോയി. ഇന്നത്തെ ഹീറോ ഞാൻ പറഞ്ഞല്ലോ, അത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായി കാണും ആരാ ഹീറോ എന്ന്. ഈ രീതിയിലൊന്ന് ചിന്തിച്ചവർക്ക്, ആ ഗെയിമിനെ നല്ല രീതിയിൽ അവിടെ കണ്ടു എന്ന് തോന്നിയവർക്ക് ഇന്ന് ഹീറോ ആരാന്ന് മനസ്സിലായി കാണും. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. തെറി കമന്റ് വരുന്നവർ ഇട്ടോ. ഞാൻ എന്ത് പറയാൻ, അങ്ങനെയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ മറ്റേ കുഞ്ഞുവാവകളുണ്ടല്ലോ, PR കുഞ്ഞുവാവകൾ, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെയാണ് കൂടുതലും കാണുന്നത്. എന്താന്ന് വെച്ച് വന്നാൽ കാണിക്കുക. ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. നല്ല കമന്റുകൾക്ക് ഞാൻ നല്ല രീതിയിലുള്ള റിപ്ലൈ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ.